ഡോക്ടർ, പേഷ്യന്റിന് ബോധം വന്നു. അച്ചായ, അച്ചായ, ഒന്നും സംസാരിക്കണ്ട. മെഡിസിൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റിലാക്സ് റിലാക്സ്. എനിക്ക് സംസാരിക്കണം. അച്ചായനെ, എനിക്ക് ലൂയിസ് അച്ചായനെ കാണണം. സർ, പേഷ്യന്റിന് ബോധം വന്നു. സാറിനെ കാണണമെന്നാ പറയുന്നത്. കർത്താവേ, കാത്തു. ഹലോ ഹലോ, ഇവിടെ ഒച്ചയും ബഹളമൊന്നും പാടില്ല. അകത്ത് ആളെ കയറ്റാൻ പോലും പാടില്ലാത്തതാ. പിന്നെ പേഷ്യന്റ് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് പെർമിഷൻ തരുന്നത്. മര്യാദയ്ക്ക് കണ്ടിട്ട് പോയിക്കോണം. ഡോക്ടർ വിളിക്കുന്നു. എന്താടോ? ദയവ് ചെയ്ത് എല്ലാവരും ഒരു 2 മിനിറ്റ് പുറത്ത് നിൽക്കണം. എനിക്ക് അച്ചായനോട് മാത്രമോടെ സംസാരിക്കണം. അതൊന്നും പറ്റില്ല. ഡോക്ടർ, മരിക്കാൻ പോകുന്ന രോഗിയുടെ അന്ത്യാഭിലാഷോ? പറ്റില്ലെന്ന് പറയില്ല ഡോക്ടർ. ഇനി എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റാതെ പോയാൽ നമ്പടി അച്ചായ, അങ്ങനെയൊന്നും പറയില്ല നമ്പടി. എനിക്കൊന്നും പറ്റത്തില്ല. പറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഡോക്ടർ പ്ലീസ്, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. അയാൾ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അച്ചായ, നമ്പടി. ശരി, നാടകമൊന്നും വേണ്ട. നിങ്ങളുടെ ഓൺ റിസ്കിൽ 2 മിനിറ്റ് ഞാൻ അനുവദിക്കുന്നു. വല്ലതും സംഭവിച്ചാൽ പിന്നെ ഡോക്ടറുടെ പിഴവുകൊണ്ടാണെന്നും പറഞ്ഞ് ഓൺലൈൻകാരെ കൂട്ടി ഹോസ്പിറ്റലിൽ അടിച്ചു ചേർക്കാൻ വന്നേക്കരുത്. അതാണല്ലോ ഇപ്പൊ ഫാഷൻ. നിങ്ങൾ വന്നേ. നമ്പടി. അച്ചായ, ഞാൻ കാണുന്നത് സ്വപ്നമൊന്നുമല്ലല്ലോ. തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. എന്താ അച്ചായ, കന്നഡ ചാൻ സഹിക്കുന്നില്ലയോ? ചങ്കി കൊള്ളുന്ന വർത്താനം പറയല്ലേ നമ്പടി. തനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ നേരാത്ത വഴിപാടുകളില്ല.